ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണോ ഉള്ളതെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? ഇന്നലെ ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾ വന്നപ്പോൾ ഞാൻ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്, അതുപോലെ ഫ്യൂച്ചറിൽ ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് കിട്ടുന്ന ഒരു സംരംഭം നിങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കാലത്ത് തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് എങ്ങനെ അറിഞ്ഞു തുടങ്ങുന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കേട്ടതിൽ വളരെ സന്തോഷം. മറ്റാർക്കെങ്കിലും റീഡിങ് റെസണേറ്റ് ആയിരുന്നു എന്ന് കമൻറ്റിൽ പറയാൻ മറക്കല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് കാർഡ് ലവേഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ് ഈ ലവേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു സോൾമേറ്റ് കാർഡാണ്. പ്ലസ് ഇതെന്ന് പറയുന്നത് ഒരു റീയൂണിയൻ്റെ കാർഡാണ്. ഓക്കെ, അപ്പം ഇന്ന് കുറച്ചൊരു ഫിസിക്കൽ താല്പര്യങ്ങൾ കൂടുതലുള്ളൊരു ദിവസമായിരിക്കും. അതുപോലെ ഭയങ്കര ലവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ലവേഴ്സിൻ്റെ എനർജി പറയുന്നത്. ഇതൊരു യൂണിയൻ മാത്രമല്ല, എല്ലാവരോടും എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ടു എവ്രിതിങ് ആൻഡ് എവ്രി വൺ ഒരു സ്നേഹം തോന്നുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതാണിപ്പോൾ ഫസ്റ്റ് കാർഡ്. ലവേഴ്സിൻ്റെ കാർഡാണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് കാർഡ് 8 ഓഫ് വാൺസ് ആണ്. ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതൊരു എയർ ട്രാവലിൻ്റെ കാർഡാണ്. അപ്പോൾ ഇതൊരു യാത്ര പോകുന്നതിൻ്റെ, എയർ ട്രാവൽ ചെയ്ത് ആരെങ്കിലും കാണാൻ പോവുക, യാത്ര പോവുക എന്നൊക്കെയാണ് എയർ ട്രാവൽ 8 ഓഫ് വാൺസ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ കിട്ടുക, ഒരു സന്ദേശം കിട്ടുക എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് വരാനോ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാനോ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. എയർ ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. മാനിഫെസ്റ്റേഷൻസ് വർക്കാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഡെഡ് സൈലൻ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യം, അവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നു, അവിടെ ഒരു ചലനം ഉണ്ടാവുന്നു. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അത് സ്റ്റക്ക് എനർജിയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അവിടെ ഒരു ചലനം ഉണ്ടാവുന്നു എന്നാണ് ഈ 8 ഓഫ് വാൺസ് പറയുന്നത്. ഒരു മൂവ്മെൻറ്റിൻ്റെയും പോസിറ്റിവിറ്റിയുടെയും കാർഡാണ് കേട്ടോ. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്, മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതിൻ്റെ കാർഡാണ്, എയർ ട്രാവലിൻ്റെ കാർഡാണ്. അപ്പോൾ യാത്ര പോയി ആരെങ്കിലും കാണാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുന്നു എന്നാണ് 8 ഓഫ് വാൺസ് പറയുന്നത്. ദെൻ കിങ് ഓഫ് കപ്സ്, വളരെ സ്നേഹമാണ് എല്ലാവരോടും. പക്ഷേ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം വളരെ കലുഷിതമായിരിക്കും. ഭയങ്കര പ്രശ്നങ്ങളിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. വളരെ ടേർബുലൻറ്റ് സിറ്റുവേഷൻസിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ വളരെ സ്നേഹമാണ് എല്ലാവരോടും, പ്രത്യേകിച്ച് ചില മനുഷ്യരോട്. പക്ഷേ അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ്. നിങ്ങളിന്ന് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ അവരോട് മുഖം തിരിച്ചായിരിക്കും നിൽക്കുന്നത്. സ്നേഹം പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത്. ദെൻ 7 ഓഫ് സ്വോർഡ്സ് ആണ്. ഇതൊരു ബിട്രയൽ, ചീറ്റിംഗ് അതിൻ്റെയൊക്കെ ഒരു കാർഡാണ് 7 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. മേ ബി ഒരു ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. അത് മനഃപൂർവ്വമായി ചതിയാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ചതിക്കുന്നതാവാം. നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകുന്നതാകാം. അതുപോലെ നമ്മൾ പണം സ്പെൻഡ് ചെയ്യുന്നതിലൊക്കെ വളരെയധികം സൂക്ഷിക്കണം. അതുപോലെ നമ്മുടെ സ്വത്തുക്കൾ മറ്റുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുക. സൂക്ഷിച്ച് വെച്ചാൽ മാത്രം പോരാ, എവിടെയാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് ഓർമ്മ വയ്ക്കുകയും കൂടെ വേണം. പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പ്രത്യേകിച്ചും അതിപ്പോൾ സ്വർണ്ണാഭരണങ്ങളോ അങ്ങനെയുള്ളതാവണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ചിലപ്പോൾ ഇന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സാധനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ പാസ്റ്റിൽ നമ്മളെ വേദനിപ്പിച്ച് ചതിച്ച് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ, കടന്നു പോയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇത് 7 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത് ബിട്രയൽ, പാസ്റ്റിലെ ബിട്രയലാണ്. അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഫാമിലി ആകാം, നെയ്ബേഴ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആകാം. അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ഒരു ചതിവ് പറ്റിയിട്ട് ബ്രേക്കപ്പ് ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഒരു പാച്ചപ്പ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, പാസ്റ്റിൽ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് 7 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി പറയുന്നത്. ഇതൊരു ചതിയുടെ കാർഡ് തന്നെയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു വസ്തുവൊക്കെ വിൽക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെ കൊണ്ട്
ഈ കുറഞ്ഞ വിലയ്ക്ക് സമ്മതിപ്പിക്കും. അതായത് ചുളുവിൽ തട്ടിയെടുക്കുക എന്ന് പറയത്തില്ലേ, അതാണ്. നമ്മളെ പറഞ്ഞ് പറ്റിച്ചിട്ട് ചുളുവിൽ തട്ടിയെടുക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നവരില്ലേ, അവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അവരോട് ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സിമ്പതിയോ എമ്പതിയോ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അവർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ കയ്യിലില്ലാത്ത പൈസ എടുത്ത് നമ്മളത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. നമ്മുടെ കയ്യിലില്ലാത്ത പൈസയൊക്കെ എടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കടം വാങ്ങിച്ചൊക്കെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് പിന്നീട് മനസ്സിലാവും നമ്മളത് ചെയ്തത് തെറ്റായിപ്പോയി, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരൊക്കെ അതിനേക്കാൾ വലിയ സിറ്റുവേഷൻസിലുള്ള ആളുകളാണ്, നമ്മളാണ് മോശം സാഹചര്യത്തിൽ നിൽക്കുന്നത്, പക്ഷേ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് തന്നെയാണ് മജീഷ്യൻ. വാചകം അടിച്ച ആളുകൾ നമ്മളെ മയക്കുക, വാചകം അടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ ചതിക്കുക, അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻസിൽ നമ്മൾ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മജീഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകം വഴിപാടുകൾ, പൂജകൾ ഇതൊക്കെ ചെയ്യത്തില്ലേ. അതുപോലെ അമ്പലത്തിൽ പോവുക, പ്രതിഷ്ഠ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകം കർമ്മങ്ങൾ, റിച്വൽസ്, ട്രഡീഷണൽ ആയിട്ടുള്ള റിച്വൽസ് അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പൂജയോ കർമ്മമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആരാധനാലയങ്ങളിൽ, ഈ വെച്ചാരാധനയുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ, വെച്ചാരാധനയുള്ള സ്ഥലങ്ങളിൽ, കാവുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് മജീഷ്യൻ്റെ എനർജി. മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണേ. 2 ഓഫ് പെൻറ്റക്കിൾസ് 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ്. 2 സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും, അത് വേണോ ഇത് വേണോ എന്ന് കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. ഒരു സമയത്ത് നമുക്ക് മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്, അതായത് നിമിഷം തോറും നമ്മുടെ ചോയ്സ് മാറിക്കൊണ്ടിരിക്കും. അതെടുത്താലോ അല്ലെങ്കിൽ ഇതെടുത്താലോ, അല്ലെങ്കിൽ വേണോ അത് വേണ്ടേ, അങ്ങനെയുള്ളൊരു ചോയ്സ്. അല്ലെങ്കിൽ നമ്മളൊരു പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പം നമ്മൾ ഇപ്പം ഡ്രസ്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്ത് സാധനം വാങ്ങിക്കാനോ ആയിക്കോട്ടെ, നമുക്കതിലിങ്ങനെ കൺഫ്യൂഷൻ വരും. പല സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അയ്യോ അതാണ് ഇതാണോ ബെറ്റർ, അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരത്തില്ലേ, അതാണ് മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. ഈ ഫ്ലക്ച്വേറ്റിംഗ് എനർജിയാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം അതിനുള്ള സാഹചര്യമുണ്ട്. അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായി നിൽക്കുന്ന എനർജി, ഇതാണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പൈസയ്ക്ക് നമ്മൾ പൈസ കാത്തിരിക്കുന്നവരാണെങ്കിൽ പൈസ 2 പേര് തരാമെന്ന് പറയും, എന്നിട്ട് 2 പേര് സമയമാകുമ്പോൾ തരാതിരിക്കുക, അല്ലെങ്കിൽ 2 പേരും തരുമ്പോൾ നമുക്ക് ഏത് സ്വീകരിക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ, അങ്ങനെയുള്ളൊരു എനർജിയൊക്കെ ഉണ്ട് 2 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ദെൻ 6 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് കുറച്ചധികം പണം നമ്മുടെ കയ്യിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. കുറച്ച് കൂടുതൽ പണം നമ്മുടെ കയ്യിലേക്ക് വരിക, നമ്മൾ അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം എന്നാണ് കേട്ടോ. നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം അത് എന്തിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെയാണ് പണം എപ്പോഴും പോകേണ്ടത്. നമ്മുടെ ആവശ്യത്തിനുള്ള പണം എടുത്തിട്ട് കുറച്ച്, അതിലൊരു ചെറിയൊരു തുകയെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കണം എന്നാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും നമ്മളൊരു ദാനധർമ്മം ചെയ്യുന്നത് നല്ലതായിരിക്കും, അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ ഒരു മിതവ്യയം പാലിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളത് ചെയ്യുന്നത് ശരിയായ ഇടങ്ങളിലേക്ക് തന്നെയാണോ പോകുന്നതെന്നൊന്നും മേക്ക് ഷുവർ ചെയ്യണം. അതുപോലെ കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു ബാലൻസിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക. സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കണം. അതുപോലെ പൈസ ചിലവാക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു ബാലൻസ് വേണം എന്നാണ്, കോംപ്രമൈസ്, ഒരു ബാലൻസ് വേണം. അല്ലെങ്കിൽ ഇതൊരു നമ്മുടെ എനർജിയെ മറ്റുള്ളവർ വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ പോകാതിരിക്കുക. അവിടെ അർഹതയില്ലാത്ത ഇടങ്ങളിലാണ് നമ്മൾ നമ്മുടെ സമയവും ഊർജ്ജവും വിനിയോഗിക്കുന്നതെങ്കിൽ അവർ നമ്മുടെ എനർജി എടുത്തിട്ട് അതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാവും, നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആലോചിക്കണം, ഞാനിതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്തതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പണമൊക്കെയാണ് കയ്യിൽ വരുന്നതെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അത് വിനിയോഗിക്കാൻ ശ്രമിക്കണം. അതാണ് ഈ 6 ഓഫ് പെൻറ്റക്കിൾസ്. ആരെങ്കിലുമൊക്കെ പണം കടം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ കടം ചോദിക്കുന്നതാകാം, നമ്മളോട് കടം ചോദിക്കുന്നതും ആകാം. ഓക്കെ, അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ എംപറർ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുതരം ടോക്സിക് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യപ്പെടുക, നമ്മുടെ ടോക്സിസിറ്റി മറ്റുള്ളവരിലേക്ക് കുത്തി നിറയ്ക്കുക, അതൊക്കെയാണ് ഈ എംപറർ എനർജി പറയുന്നത്. അതുപോലെ ഒരടുക്കും ചിട്ടയില്ലാത്ത ഇടങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അടുക്കി പെറുക്കണമെന്ന് തോന്നുക, അങ്ങനെ ഒരു അടുക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ എംപറർ എനർജി. ഇത് ശരിക്കും ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. അതായത് ശരിക്കും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ എംപറർ എനർജി എന്ന് പറയുന്നത്. നമ്മൾ അവരെ കൺട്രോൾ ചെയ്യുക, റൂൾ ചെയ്യുക, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കുക,
അതുപോലെ വളരെ ഈഗോയിസ്റ്റ് ആയിട്ടിരിക്കുക, അതൊക്കെയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പോയി അവരെ അവരോട് അടുത്തിടപഴകുക, അവരോട് സ്നേഹം കാണിക്കുക, അല്ലാത്ത സമയത്ത് അവരെ നെഗ്ലക്റ്റ് ചെയ്യുക, നള്ളിഫൈ ചെയ്ത് വിടുക, അതാണ് എംബർ എനർജി. ഇത് ചിലപ്പോൾ ഈ യൂണിഫോം ജോബ്സ് ഉള്ള ആളുകളുമായിട്ട് എൻകൗണ്ടർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, കോടതി കേസ്, പോലീസ്, പട്ടാളം, ഫോറസ്റ്റ്, അങ്ങനെയുള്ള യൂണിഫോം ജോബ്സിലുള്ള ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഈ എംബർ എനർജി വരാറുണ്ട്. അതായത് യൂണിഫോം ജോബ്സാണ്, കോടതിയൊക്കെയാണ് കേട്ടോ. അതുപോലെ നമുക്കൊരു നീതിന്യായ വ്യവസ്ഥ സംവിധാനം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയി പെടുന്നത്, അതെന്തും ആകാം. നമ്മളിപ്പം ഒരു പെർമിഷൻ എടുക്കാനോ അല്ലെങ്കിൽ അപ്പോൾ എവിടെയെങ്കിലും പോകണം, അതിനൊരു പെർമിഷൻ വേണം, അതിന് പോകുന്നതാകാം. അപ്പോൾ പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വെരിഫിക്കേഷന് പോലീസുകാരെ സമീപിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു അതോറിറ്റിയെ നമ്മൾ സമീപിക്കുന്നതാണ്. അതോറിറ്റി, ഒരു ഉദ്യോഗസ്ഥനെ, ഒരു അതോറിറ്റിയെ നമ്മൾ സമീപിക്കുന്നതാണ് ഈ എംബർ എനർജി എന്ന് പറയുന്നത്. ബാങ്കിൽ പോയിട്ട് ലോൺ ചോദിക്കുന്നൊക്കെ ആകും കേട്ടോ. ദെൻ ജസ്റ്റിസ് ആണ്. ഇവിടെ ഒരു നീതി നടപ്പിലാകുമെന്ന് കാണുന്നുണ്ട്. ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, നീതി നടപ്പിലാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിന്ന് ക്ലിയർ ആയിപ്പോയി നിങ്ങൾക്ക് ആ കർമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതായിട്ടാണ് ഈ ജസ്റ്റിസിൻ്റെ കാർഡ് പറയുന്നത്. ഈ എംപററും ജസ്റ്റിസും കൂടെ വരുമ്പോഴേ എന്തോ ഒരു കോടതി കേസ് അതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു ഫൈനൽ വേർഡിക്റ്റിലേക്ക് ജസ്റ്റിസ് വരുന്നു. അത് നിങ്ങൾക്ക് നീതിപൂർവമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരാനൊക്കെ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. കോടതി വിധിയൊക്കെ വരാൻ നിൽക്കുന്നവരെ അവർക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കോടതി വിധികൾ വരാൻ സാധ്യതയുണ്ട്. ദെൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വളരെ പ്രതീക്ഷയുള്ള ദിവസമാണ്, പുതിയൊരു തുടക്കമാണ്. ഇത് പറഞ്ഞ പോലെ ലക്കിൻ്റെ കാർഡാണ്. അതുപോലെ ഇത് ഒരു ലോട്ടറിയോ ചിട്ടിയോ ഒക്കെ അടിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് ഈ സ്റ്റാർ കാർഡ് പറയുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എന്നാണ്. നിങ്ങൾ ഭയങ്കര ലോവർ എനർജിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ തോന്നുന്നു, എന്തോ നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് തന്നെ ഒരു എനർജി തോന്നുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. ബോട്ടം പറയുന്നത് ക്വീൻ ഓഫ് വാൺസ് ആണ്. നമ്മളൊരു പുതിയൊരു എനർജിയാണ്. അത് നമുക്ക് മുമ്പില്ലാതിരുന്ന ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളിപ്പോൾ ലോകത്തെ കാണുന്നത്. നമ്മൾ ഒരുപാട് മാറി ചിന്തിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ജോലിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും, നമ്മൾ ജോലിയെ നോക്കിക്കാണുന്ന രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ വളരെ പാഷനേറ്റായിട്ട് നമ്മൾ ജോലിയെ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ജോലി കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതായിട്ടും, അതുപോലെ ആ ജോലിയിലെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെയധികം മാറിയിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കും ഇന്ന ദിവസം. അതുപോലെ വളരെ പാഷനേറ്റ് ആയിരിക്കും, ചെയ്യുന്ന കാര്യങ്ങളോട് വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മൊത്തത്തിൽ ഇതാണൊരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. എത്ര നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നോ അത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ എത്രയും നന്നായിട്ട് നിങ്ങൾ ഒരു കാര്യം തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നോ അത്രയും അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. നോ നീഡ് ടു വറിയാണ്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫൊർഗീവ്നെസ് ആണ്. ഇതിൽ പറഞ്ഞില്ലേ, ഈ ചില ആളുകളോട് നമ്മൾ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നില്ല. അത് ഫൊർഗീവ് ചെയ്ത് വിടേണ്ട കാര്യമാണ്. അത് ഫൊർഗീവ് ചെയ്ത് വിട്ടയക്കുക, അവരെ വിട്ടയച്ചേക്കുക, അവർ പോട്ടെ. അവർ നമുക്ക് ആവശ്യമില്ലാത്തവരാണ്. അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് എന്തോ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് നടത്തിയിട്ട് അവർ പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി അവരെ ഹോൾഡ് ചെയ്ത് വെച്ചത് കൊണ്ട് അവർ വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ ആളുകളോട് നമ്മൾ ക്ഷമിക്കാതെ അവരെ പ്രാഗിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം നമുക്കും ഇല്ല അവർക്കും ഇല്ല. ദോഷമാണെങ്കിൽ രണ്ടുപേർക്കും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിലും നല്ലത് ഫൊർഗീവ്നെസ് കൊടുത്ത് വിട്ടയക്കുക. ഇൻ കേസ് നിങ്ങളുടെ കർമ്മ തീർന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും പർപ്പസ് ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഓക്കെ, മണി ഓപ്പനോ ചെയ്യാൻ മറക്കരുത്. കുറേ പേർക്ക് മണി ബ്ലോക്കേജ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നോ. അപ്പോൾ ചില കാര്യങ്ങൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മറ്റുള്ളവർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കാണത് വേണ്ടതെങ്കിൽ എനിക്കത് വേണം എന്ന് പറയുക. തരാമോ എന്ന് ചോദിക്കുമ്പോൾ നോ എന്ന് തന്നെ പറയാൻ പഠിക്കുക. നമ്മൾ നോ പറയാനാണ് ശരിക്കും പഠിക്കേണ്ടത്. യെസ് പറയാൻ വളരെ എളുപ്പമാണ്, അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, തല ഇങ്ങനെ ആട്ടിയാൽ മതി. പക്ഷേ നോ എന്ന് പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ തലയാട്ടണം. അപ്പം അത് ഇച്ചിരി റിസ്ക്കിയാണ്, അതിന് കുറച്ച് തിങ്കിങ് ആവശ്യമുണ്ട്. അതുകൊണ്ട് നോ പറയാനാണ് ആദ്യം പഠിക്കേണ്ടത്. നോ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റുള്ളവർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കണം. ഇവിടെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ 2 ഓഫ് പെൻറ്റക്കിളൊക്കെ ഉണ്ട്. മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മൾട്ടിപ്പിൾ ടാസ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അതിനെ വേണ്ട രീതിയിൽ നിങ്ങൾ മേക്ക് യൂസ് ചെയ്യണം. വേണ്ട രീതിയിൽ നിങ്ങൾ അതിനെ വിനിയോഗിക്കണം എന്നാണ്
ഈ 2 ഓഫ് പെൻറ്റക്കിളും അതുപോലെ ഓപ്പർച്യൂണിറ്റിയൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിന് ഇന്നേ ദിവസം യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്? വർത്ത് വെയിറ്റിംഗ് ഫോർ ആണ്. ചിലരൊക്കെ റിലേഷൻഷിപ്പ് ഗിവ് അപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഫോർഗീവ് ചെയ്തിട്ട് വിട്ടയക്കുന്നതും ഗിവ് അപ്പ് ചെയ്തിട്ട് പോകുന്നതും രണ്ടാണ്. ഫോർഗീവ് ചെയ്തിട്ട് നിങ്ങൾ എനർജി കൊടുക്കാതെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുമല്ല, നിങ്ങൾ ഫോർഗീവ് ചെയ്തിട്ട്, അതായത് നമുക്ക് അവരോട് പരാതിയില്ല, പരിഭവമില്ല, നീ ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിക്കുന്നു, എന്നെ എന്തോ ഒരു കാര്യം പഠിപ്പിക്കാനാണ് നീ വന്നത്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ഇതാണ് ഈ ഫോർഗീവ്നെസ്. അതേസമയം ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പറയുന്ന രീതിയിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ഇട്ടിച്ച് പോകുന്നതാണ് ഈ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളോട് നിങ്ങൾ ഇട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. വർത്ത് വെയിറ്റിംഗ് ഫോർ ആണ്. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് വർക്കിങ്ങിലാണ്. അതിന് അതിൻ്റേതായ സമയമെടുക്കും. അപ്പോൾ ആ പ്രോസസ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളിലേക്കത് വരിക തന്നെ ചെയ്യും. ദെൻ സെപ്പറേഷൻ. ഇവിടെ നിങ്ങളുടെ സെപ്പറേഷൻ്റെ ഒരു ടൈമാണ്. ഇതൊരു ശരിക്കും ആവശ്യമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ സെപ്പറേഷൻ ഇപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് നടക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സിനെ നിങ്ങൾ ഓപ്പൺ അപ്പ് ആക്കി വെക്കുക. അത് ശരിക്കും അത് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതുണ്ടെന്നാണ്. ദെൻ ബോട്ടം വന്നിരിക്കുന്ന സോൾമേറ്റ് ആണ്. നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ളത്, അല്ലെങ്കിൽ നിങ്ങളൊരു സെപ്പറേഷൻ നിൽക്കുന്നത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര പെയിൻഫുൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിനെ കാണുക, ആ രീതിയിൽ അതിനെ സമീപിക്കുക. അപ്പോൾ സോൾമേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അധികം ടാസ്ക് ഫുള്ളായിരിക്കും ഇവരുടെ കൂടെയുള്ളൊരു ലൈഫ് എന്ന് പറയുന്നപ്പോൾ. അതിനനുസരിച്ച് നമ്മൾ ഹെക്റ്റിക് ആയിരിക്കാതിരിക്കുക. നമ്മൾ കുറച്ച് ഫോർഗീവ് ചെയ്ത് വിട്ട് കളയുക. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടും. ഓക്കെ, ഹോപ്പനപ്പനോസ് എല്ലാം മറക്കരുത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുക. ആ പ്രോസസ്സിൽ യൂണിവേഴ്സിന് എല്ലാത്തിനും ഒരു പദ്ധതി ഉണ്ടായി. ആ പ്രോസസ്സിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. എത്രത്തോളം പോസിറ്റീവായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം അത് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. നെഗറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ട് മാത്രമേ അത് സംഭവിക്കുള്ളൂ. അപ്പോൾ എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം നടക്കാൻ സാധ്യത കൂടുതലാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.